ഹലോ, നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു മടി കൂടാതെ അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനും പറ്റും. കൂടാതെ വീട്ടിൽ താമസിക്കുന്നവർക്കും പ്രത്യേക ഒരു ഉന്മേഷമാണ്. അങ്ങനെ മാറി വലിച്ചിട്ട വീടുകളിൽ താമസിക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി വരുമല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഇന്ന് എപ്പോഴും വീട് എങ്ങനെ വൃത്തിയായി വെക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതെ, ആദ്യത്തെ ടിപ്പ് നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക. നമ്മുടെ ബെഡ്റൂമിലെയും ഹാളിലെയും ഒക്കെ ജനലൊക്കെ ഒന്ന് തുറന്ന് ഒരു വെട്ടവും വെളിച്ചമൊക്കെ അകത്തോട്ട് കയറുമ്പോൾ, ഫ്രഷ് ആയിട്ടുള്ള എയറൊക്കെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് തന്നെ പ്രത്യേക ഒരു എനർജി ആയിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ ആ ബെഡ്റൂമിലുള്ള ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പുറത്ത് പോയി പോസിറ്റീവ് എനർജി അകത്തോട്ട് കയറും. അതെ, നമ്മുടെ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇട്ടാൽ തന്നെ കുറച്ചുകൂടി ഒരു സന്തോഷമായിരിക്കും. പിന്നെ ഇതേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തുണികളൊന്നും വലിച്ചു വാരി ഇടാതെയും കൂടാതെ തുണികൾ നമ്മുടെ അഴുകിയ തുണികളൊക്കെ ഇതുപോലെ കൂട്ടിയിടാതെയും ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ എല്ലാം കഴുകിയെടുക്കുക. നമ്മൾ ഓരോ ദിവസവും തന്നെ തുണിയൊക്കെ കഴുകാനായിട്ട് ശ്രമിക്കുക. പിന്നെ 2 ദിവസം മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, 2 ദിവസം കൂടുമ്പോൾ ഒക്കെ കഴുകുവാണെങ്കിൽ നമ്മൾ കഴുകാനായിട്ടുള്ള തുണികൾ ഇട്ട് വെക്കാനായിട്ടൊരു ബാസ്ക്കറ്റ് എന്തായാലും കരുതുക. എല്ലാ റൂമിലും ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തായിട്ട് തന്നെ കഴുകുക. എല്ലാവരും നിർബന്ധമായിട്ടും പറയുകയും വേണം, ഇന്നേ തുണികൾ ഇവിടെ കൊണ്ടുപോയിടണം, കഴുകാനുള്ള തുണികളൊക്കെ ഇവിടെ കൊണ്ടുപോയിടണമെന്ന് നമ്മുടെ വീട്ടിലെ എല്ലാവരും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞ് 15ാമത്തെ പ്രാവശ്യം അവരെന്തായാലും ചെയ്യും കേട്ടോ. നമ്മൾ ആദ്യം നമുക്ക് പറയുമ്പോൾ ആരോട് പറയാനാന്ന് തോന്നും, പക്ഷെ അവർ ചെയ്യും. കുറച്ച് നാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവർ ചെയ്യും. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ, പറഞ്ഞ് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. പിന്നെ ബെഡൊക്കെ ഇതുപോലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റേണ്ടത് ആഴ്ചക്ക് ഒരു ദിവസം നിർബന്ധമായിട്ട് മാറ്റുക. ഇനിയിപ്പോൾ ആഴ്ചക്ക് 2 പ്രാവശ്യം മാറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ മാറ്റുക. ഞാനിവിടെ സാറ്റർഡേയോ സൺഡേ ഒക്കെയാണ് ബെഡ്ഷീറ്റ് മാറ്റാറ്. ആ ഒരു രീതിയിൽ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയെടുക്കുക. അപ്പോൾ തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് നമ്മുടെ വീട് മുഴുവൻ ഉണ്ടാവും. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തന്നെ ഒന്ന് ഓർഗനൈസ് ആയി നിൽക്കുക. മറ്റുള്ള ആൾക്കാരെയും കൂടെ അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടെ കൊടുക്കുക. വീട്ടിലെ മറ്റുള്ള ആൾക്കാരെയും തുണികളൊക്കെ കറക്റ്റായിട്ട് മടക്കി വെക്കാനും അതുപോലെ അതിനൊക്കെ ഓരോ പൊസിഷൻ വെക്കുക. കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ നമ്മുടെ ക്ലോത്ത് ഓർഗനൈസർ ബാഗുകളും പിന്നെ നമ്മൾ ഓൺലൈൻ സൈറ്റിലൊക്കെ ഒത്തിരി ഓർഗനൈസ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ തുണി ഇതുപോലെ നല്ല വൃത്തിയായിട്ട് മടക്കി വെക്കാനും ഷൂസും സോക്സും അതൊക്കെ മടക്കി വൃത്തിയായിട്ട് നമുക്ക് എടുത്തു വെക്കാനുള്ള ഒത്തിരി ഓർഗനൈസറുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ആദ്യം ഒന്ന് മുതൽ മുടക്കണമെന്നേ ഉള്ളൂ, പക്ഷെ നല്ല യൂസ്ഫുള്ളായ സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തീർച്ചയായും ഉപകാരമാവും. ഇതുപോലെ നമ്മുടെ വലിയ ഡ്രസ്സുകളില്ലേ, ഗൗൺ കൂട്ടിയിരിക്കുന്നതും പിന്നെ അതുപോലെ കുട്ടികളുടെ നെറ്റിൻ്റെ വലിയ ഫ്രോക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഷെൽഫിൽ ഒതുങ്ങി നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഓർഗനൈസിങ് ബാഗിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു കബോർഡൊക്കെ ഒതുക്കി വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ നമുക്ക് കാണാനും പറ്റുമല്ലോ, അതുകൊണ്ട് കറക്റ്റ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതുപോലത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ നമ്മളെ ഡ്രസ്സൊക്കെ മടക്കി ഒതുക്കി വെക്കാനായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് നമ്മുടെ ഓൺലൈൻ സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളായ കാര്യങ്ങളാണ്. പിന്നെ അടുത്ത ഇതേ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, ദിവസവും തന്നെ നമ്മൾ 2 നേരം അടിച്ചു വാരി നിർബന്ധമായിട്ടും ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വീട്ടിൽ 2 പ്രാവശ്യമൊന്നും പോരാ, ഒരു 3-4 പ്രാവശ്യമൊക്കെ അടിക്കുന്ന ആൾക്കാരുണ്ടാവും, തൂത്തുവാരി വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ടാവും, തുടക്കുന്ന ആൾക്കാരും ഉണ്ടാവും എന്തായാലും. അപ്പം ഞാനിത് കുട്ടികളില്ലതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 പ്രാവശ്യം അടിച്ചു വാരും, ചിലപ്പോൾ 3 പ്രാവശ്യം അടിച്ചു വാരലുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ചൂല് എടുത്തുകൊണ്ട് അടിച്ചു വാരിക്കൊണ്ട് ഞാൻ കുട്ടികളെ വഴക്കും പറഞ്ഞിട്ടാണ് പോവാറ് കേട്ടോ. പിന്നെ അവരുടെ റൂമിലൊക്കെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നിർബന്ധമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറേയൊക്കെ അവർ തന്നെ ശീലിച്ച് വന്നോളും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാത്രങ്ങളൊന്നും പെൻഡിങ് വെക്കാതെ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക. നമുക്ക് സമയം ഇല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഓരോ വർക്ക് കഴിയുമ്പോൾ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി വെക്കുക, ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പാത്രം കഴുകലിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. സ്ഥിരം വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ പാത്രം കഴുകുന്നതെന്നുള്ള പരിപാടി. പിന്നെ നമ്മൾ ദിവസവും മോപ്പ് ചെയ്യുകയാണെങ്കിൽ ദിവസവും മോപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ 2 ദിവസം, ഞാനൊക്കെ 2 ദിവസം കൂടുമ്പോൾ കേട്ടോ മോപ്പ് ചെയ്യുക. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അത് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഇതുപോലെ അഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആ സമയത്ത് തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് എപ്പോഴും നമ്മൾ ഒന്ന് തുടച്ചിടാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല അവിടെ നമുക്ക് എത്രത്തോളം ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒന്ന് അടുക്കും ചുറ്റിയോടുകൂടി വെക്കുക. ഞാൻ ഇത് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ
നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് വീഡിയോ ഒക്കെ കാണാത്ത ആൾക്കാർ തീർച്ചയായും കണ്ടു നോക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ലിവിങ് റൂമൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കിവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ലിവിങ് റൂമൊക്കെ തീർച്ചയായും നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇരുത്തുന്ന അവിടെയാണല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും രാവിലെ തന്നെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടുക. അപ്പോൾ തന്നെ നമുക്ക് മടി കൂടാതെ നമ്മുടെ ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും. പിന്നെ ഇതേ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീക്ലറ്ററിങ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മുടെ ആ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പോൾ തന്നെ ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിനുള്ളൊരു മനസ്സ് കാണിച്ചാൽ തന്നെ നമ്മുടെ വീടും പരിസരവും എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ എപ്പോഴും നല്ല സ്മെല്ലുള്ള റൂം ഫ്രഷ്നറുകളും അതുപോലെ തന്നെ നമ്മൾ തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡുകളും പിന്നെ കൂടാതെ ഈ സാമ്പ്രാണി കൂടിരിക്കുന്ന ഓരോ നല്ല മണമുള്ളതൊക്കെ ഉണ്ടാകും. അതൊക്കെ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ വീടും പരിസരമൊക്കെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ മുന്നേ നമ്മൾ ക്ലീനിങ് വീഡിയോസൊക്കെ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.